ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം നോക്കാൻ പോകുന്ന റീഡിങ് കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് എന്ത് കാര്യം ചെയ്താലും അതിലെല്ലാം വിജയം ഉണ്ടാവണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തിയാണ്. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം സ്വന്തം ഭാഗത്ത് വിജയം ഉണ്ടായിരിക്കണം. സ്വന്തമായിട്ട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ന്യായം കണ്ടുപിടിച്ച് അതാണ് എൻ്റെ വിജയം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് എനിക്ക് വിജയം വേണം, എനിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തട്ടിക്കളയും, എനിക്കെതിരായിട്ട് ഒന്നും വരാൻ പാടില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലോട്ട് എത്തണം. അത് തെറ്റാണെങ്കിലും മണ്ടത്തരമാണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതെല്ലാം വിജയമായിട്ട് അതൊരു വിക്ടറി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇപ്പൊ അത് എതിർത്ത് വേറെ ആരെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെ അതങ്ങനെയല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ഇങ്ങനെയും കൂടി ഒന്ന് ശരിയാക്കി ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ പറഞ്ഞു കൊടുക്കുന്ന ആള് ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഈ പേഴ്സൺ അത് എടുക്കില്ല. കാരണം അവരതിൻ്റെ അകത്ത് ആ തെറ്റിൽ അവർ ന്യായീകരണങ്ങൾ കണ്ടെത്തി ന്യായീകരണ സിംഹമായിട്ട് മാറും. എന്നിട്ട് കാരണം അതൊക്കെ അവരുടെ ഐഡന്റിറ്റീനെ ബാധിക്കുന്നതാണ്. ഓക്കെ, അവരുടെ ഐഡന്റിറ്റീനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവരൊരു കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു കാര്യത്തിനെയൊക്കെ ബാധിക്കുന്നത്. അതായത് പുറമെ ഒരു മാന്യൻ അല്ലെങ്കിൽ മാന്യത്തി അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ബാധിക്കുന്ന രീതിയിൽ എന്ത് കാര്യവും മറ്റുള്ളവരൊരു വാക്ക് പോലും പറഞ്ഞാല് അതെടുക്കില്ല. പക്ഷെ ചില പർട്ടിക്കുലർ പേഴ്സൺസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടത്തരമാണെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഓക്കെ, അതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ, അതൊക്കെ വളരെ ശരിയാണ്, അല്ലെങ്കിൽ അതൊക്കെ അവർ അങ്ങനെയാണ്. അതായത് അവര് ചിലപ്പോ തെറ്റായിരിക്കും പറയുന്നത്, പക്ഷെ അവരെ ന്യായീകരിക്കും നിങ്ങളുടെ ഈ പേഴ്സൺ. അല്ലെന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളായിരിക്കും അവരെ ന്യായീകരിക്കും, സ്വന്തമായിട്ട് ന്യായീകരിക്കും. ഇങ്ങർക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത്രയും ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വ്യക്തികൾ പറയുന്ന കാര്യങ്ങളും അവര് കാണിക്കുന്ന കുറച്ച് എന്താ പറയാ വേഷം കെട്ടലുകൾ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വാക്ക് പറയാം, ആ കാര്യങ്ങളും ഇവര് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. കാരണം പുറമേയുള്ള എനർജീനെ പറ്റി എപ്പോഴും നിങ്ങൾ രണ്ടുപേരും തർക്കം വരും. പുറമേയുള്ള എനർജീസിനെ പറ്റി, പുറമേയുള്ള വ്യക്തിബന്ധങ്ങളെ പറ്റി, അല്ലെങ്കിൽ പുറമേയുള്ള ആളുകളെ പറ്റി, ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളെ പറ്റി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവര് എന്താ പറയാ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിബന്ധം, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ വെച്ചിട്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തർക്കങ്ങൾ സ്റ്റിൽ നടക്കുന്നുണ്ട്. കാരണം ഇവര് വേറൊരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു നിന്നാലും അത് ഇവരുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇവരുടെ സാഹചര്യമാണ് നിങ്ങളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തും. കാരണം ഇവര് എന്ത് തെറ്റ് ചെയ്താലും ഇവരെ സ്വന്തമായിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യത്തിയാണ്.
കാരണം ഇവിടെ നിൽക്കുമ്പോ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോ ഇപ്പുറത്ത് പച്ച, അങ്ങനെ വിചാരിക്കുന്നതാണ്. എനിക്ക് എവിടെയാണ് നിന്നാല് എനിക്ക് എവിടെയാണ് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, എനിക്ക് എവിടെ നിന്നാലാണ് മെച്ചം, എനിക്ക് എവിടെ നിന്നാലാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ പോകുന്നത്, സാമ്പത്തിക ഇടപാടുകളും എന്താ പറയാ എനിക്ക് മെച്ചം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എവിടെ നിന്നാ കിട്ടുമെന്ന് വളരെയധികം ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉള്ളതേ പറയുള്ളൂ. ഓക്കെ, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്തിനാ വെറുതെ മറച്ചു വെക്കുന്നത്? മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് വയ്യ. നല്ല ഒന്നാന്തരമായിട്ട് ജീവിച്ച സ്നേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റു കൊടുക്കേണ്ടി വന്നു, അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒരു സ്നേഹത്തിന്റെ മുമ്പിൽ വളരെയധികം തോറ്റു കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ. മണ്ണും ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ. പെണ്ണിനെ മാത്രമല്ല ചെറുക്കനെയും പറയാം. കാരണം ഇതിൻ്റെ അകത്ത് ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ആ തേർഡ് പാർട്ടി ചെറിയ ഒരു തേർഡ് പാർട്ടി അല്ല. കാരണം നിങ്ങൾ നല്ല രീതിക്ക് എന്താ പറയാ, നല്ല രീതിക്ക് നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവനും ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ അടുത്ത് എന്താ പറയാ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് കുറച്ച് മടിയൊക്കെ ആയിട്ട് നിന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താവും എന്നൊക്കെ ആലോചിച്ച് എന്നിട്ട് നിങ്ങളെ നിർബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ ആക്കിയതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യകാലങ്ങളിൽ നിങ്ങൾ ഇവരെടുത്ത എഫേർട്ടിന്റെ അത്രയും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ടോട്ടലി ഇവരുടെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ടോട്ടലി നിങ്ങളുടെ ജീവിതത്തിന് വേണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു സമയം വേണം, ഇവരുടെ കൂടെ എപ്പോഴും ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയാ ടോട്ടലി ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം ഒന്നല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്ത് ജീവിച്ച ആളുകളായിരിക്കാം, ഹസ്ബൻഡ് വൈഫിനെ പോലെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകളും ഉണ്ട്. കാരണം ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കല്യാണം കഴിക്കണ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ നൈസായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ പെട്ടെന്ന് മറ്റേ വാനിഷ് ആയി പോകുന്ന പോലെ അങ്ങോട്ട് പോയി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് അറിയാൻ പറ്റും. സ്നേഹം കുറഞ്ഞു വരുമ്പോ, പെട്ടെന്ന് സ്നേഹിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ഒഴുക്കില് പെട്ടെന്ന് സ്നേഹം കുറഞ്ഞു വരുമ്പോ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോഴാണ് നിങ്ങൾക്ക് ഈശ്വടാ എന്തോ ഒരു പരിപാടി കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായത്. കാരണം ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ അതും ഉണ്ട്. അല്ലാതെ ഈ വ്യക്തിയുടെ ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അതായത് സ്വന്തമായിട്ട് കണ്ണടച്ചിരുട്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഐഡന്റിറ്റിക്ക് മോശം വരും, ഞാൻ എൻ്റെ ഐഡന്റിറ്റീനെ തകർക്കുന്ന രീതിയിലൊന്നും ചെയ്യില്ല, എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ കുറച്ച് ജാടായിട്ട് ഇരിക്കുന്ന ആളുകളും ഉണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ കാര്യം കേട്ടോ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് തല്ലുകൂടുന്നുണ്ടാകാം, വഴക്കടിക്കുന്നുണ്ടാകാം, വേറൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിൽ പോകുന്നുണ്ടാകാം. എന്തൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു സോൾ കണക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്താ പറയാ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് ഫിസിക്കലി നല്ലൊരു എന്താ പറയാ ഒരു മനസ്സിലായല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. ഫിസിക്കലി അഡിക്ഷൻ അല്ലെങ്കിൽ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മച്ചമ്പി പറയുന്ന പോലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ. ഓക്കെ, കാണുന്നവരോടും കൂടിയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പല കാര്യത്തിനും വേണ്ടി ഒരു ഡിപ്രഷൻ വന്നാൽ അത് മറക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യത്തിലോട്ട് പോകുന്ന ആളുകളുണ്ടാകാം. അതൊന്നും ചെയ്യാതിരിക്കുക. അത് കൂടുതൽ 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 ഡിപ്രഷനിലോട്ടും വിഷാദ കാര്യങ്ങളിലോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. ഒരു കാര്യവും ഉണ്ടാവില്ല. തൽക്കാല സന്തോഷമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷമല്ലേ. കാരണം നമ്മളൊരു തൽക്കാല സന്തോഷത്തിന് പല കാര്യങ്ങളിലോട്ടും ഇപ്പൊ എന്താ പറയാ, ഈ വീഡിയോ കാണുന്ന ആളുകള് ഈ വ്യക്തിയുടെ സോളാണ് എല്ലായിടത്തും പോയി തപ്പുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ വ്യക്തിയാണ്. നിങ്ങൾ ആരെയാണോ വിചാരിക്കുന്ന ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമായിട്ട് കാണിക്കുന്നത്. അതിന് നിങ്ങൾ എന്താണ് കുറെ ദിവസം നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കും. കുറച്ച് ദിവസം നിങ്ങൾ പോയി എങ്ങനെയെങ്കിലും ഈ വ്യക്തി ഒന്ന് വന്നു കിട്ടണം, എങ്ങനെയെങ്കിലും എനിക്കിതൊന്ന് സംരക്ഷിക്കണം, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഈ ആളൊന്ന് ഉണ്ടായാൽ മതി, എൻ്റെ കൂടെ എൻ്റെ ലൈഫ് ടൈം മുഴുവനും ഇയാളുടെ അറ്റൻഷൻ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ സംസാരിച്ചാൽ മതി, എൻ്റെ കൂടെ എനിക്ക് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്നെ അങ്ങനെ ചെയ്തിട്ട് പോയി, എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോയി, എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്യുവാണ്, സ്വന്തമായിട്ട് തന്നെ വഴക്കുണ്ടാക്കുവാണ്. സ്വന്തമായിട്ട് മറ്റുള്ളവരോട് പരാതി പറയുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് അവനവന്റെ സോളിനോട് വഴക്കിടുവാണ്. കണ്ണിന് കുറച്ച് വിശ്രമം കൊടുക്കുക. നിങ്ങളുടെ കണ്ണിന് വിശ്രമമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ ഉറങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഭക്ഷണം പ്രോപ്പർ ആയിട്ടുള്ള സമയങ്ങളിൽ കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ പിടിവിട്ടു പോയുള്ള രീതിയിലൊക്കെ ചില സമയത്ത് നിങ്ങൾ കാണിക്കുന്നുണ്ടാകാം. ചില സമയത്ത് നിങ്ങൾ ഇതെല്ലാം മാറ്റണം, എനിക്കിതെല്ലാം മാറ്റിയേ പറ്റുള്ളൂ, എനിക്കൊരു പുതിയൊരു മനുഷ്യനാകണം, എനിക്കൊരു പുതിയൊരു മനുഷ്യത്തിയാകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ഇത് എത്രത്തോളം ചിന്തിക്കുന്നോ അതേ ഫോഴ്സിൽ ഈ പേഴ്സന്റെ കാര്യങ്ങളെല്ലാം മനസ്സിൻ്റെ അകത്തോട്ട് വരും. അതേ ഫോഴ്സിൽ ഈ പേഴ്സന്റെ കൂടെയുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കൊണ്ടുവരുവാണ്. കാരണം നിങ്ങൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ടേ നിങ്ങൾ ഈ വ്യക്തിനെ ആലോചിക്കും. നിങ്ങൾ കിടക്കുന്നത് വരെ, കിടക്കാൻ പോകുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഒക്കെ ഈ വ്യക്തിനെ ആലോചന കുറച്ച് കുറക്കും. ആലോചന കുറച്ച് കുറയ്ക്കണം. നിങ്ങൾ നല്ല രീതിക്ക് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ആഭരണങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ഉള്ള, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിക്ക് വേഷഭൂഷാദികളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങുന്ന, എന്താ പറയാ, ഒരു നല്ല രീതിയിൽ സ്നേഹിക്കാനും നല്ല രീതിയിൽ ഒരു ഫാമിലി കൊണ്ടുപോകാനും, അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാ രീതിയിലും ഒരു ലീഡർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, പല കാര്യങ്ങളും ഒറ്റക്ക് നിങ്ങൾക്ക് എന്താ പറയാ ചെയ്ത് കാണിക്കാൻ ആയിട്ടുള്ള കഴിവുള്ള വ്യക്തികളാണ്. പക്ഷെ ആ കഴിവൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ചിന്ത കൂടുതലാണ്. ചിന്തിച്ചിട്ട് സ്വന്തമായിട്ട് ഇപ്പൊ പല കാര്യങ്ങളും മറന്നു പോവാണ്. മറവി. അത് ഈ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രമായിട്ട് മനസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ചിന്ത കൂടുതൽ. ഈ വ്യക്തി ഇപ്പോഴും ആലോചിക്കുന്നത് എനിക്കതെടുക്കണോ, ഇതെടുക്കണോ, വീണ്ടും ഇതിലോട്ട് വരണോ ചിന്തയാണ്. കാരണം എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് വേണോ ഇത് വേണോ, അത് വേണോ ഇത് വേണോ, ഏതിലാണ് ഞാൻ മുൻതൂക്കം കൊടുക്കേണ്ടത്? കാരണം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നല്ല രീതിക്കുണ്ട്, ബ്ലാക്ക് മാജിക് നല്ല രീതിക്കുണ്ട്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിലൊരു വ്യക്തി വരുവാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് ഇരുത്തേണ്ടതെന്ന്, അല്ലെങ്കിൽ ഗേറ്റ് തുറന്നു കൊടുക്കണോ. ഈ വ്യക്തി ഇപ്പൊ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി വന്നത്, നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ സമ്മതം ഇല്ലാതെ തേർഡ് പാർട്ടി വരുമോ? അപ്പൊ നമ്മളാണ് നമ്മളുടെ ഇടയിൽ, നമ്മളുടെ ഒരു വ്യക്തിബന്ധത്തില് ഒരു വ്യക്തി, പുറമേ ഉള്ള ഒരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമ്മതം ഇല്ലാതെ ഒരു വ്യക്തി വരുമോ? അപ്പൊ വെറുതെ ഒരു തേർഡ് പാർട്ടി കയറി വരില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ആളുകൾക്ക് പാരൻസ് തേർഡ് പാർട്ടി ആയിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നല്ല രീതിക്ക് ഇത്തിരി സൗന്ദര്യ കുഞ്ചകങ്ങളും അല്ലെങ്കിൽ സൗന്ദര്യവാന്മാരുമായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് നിങ്ങളോടൊരു എന്താ പറയുക, ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് നോക്കുന്നുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളെ പറ്റിയുള്ള പാസ്റ്റ് മെമ്മറീസ് അവരുടെ മനസ്സിൻ്റെ അകത്തോട്ട് വരുന്നുണ്ടാകാം. പക്ഷേ
ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും നിങ്ങളുടെ ഈ പേഴ്സണ് വരുന്നുണ്ട്. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിലും കാണുന്ന ആളുകൾ മണിക്കൂർ ഇടവിട്ട് ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. മണിക്കൂർ ഇടവിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, എനിക്ക് ഇനി വയ്യ, ദൈവം തന്നെ എല്ലാം തീരുമാനിക്കണം എന്നുള്ള രീതിയിൽ എന്താ പറയാ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാൻ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു നീതി തരാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു പരിപാടികൾ ചെയ്യാൻ പോകുന്നു. കാരണം നിങ്ങൾ സ്നേഹിച്ച് തോറ്റു പോയിട്ടുള്ള വ്യക്തികളാണ് ഈ കാണുന്നത്. ഓക്കെ, സ്നേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോയി. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ആരും വിഷമിക്കണ്ടെന്നേ. എന്തിനെല്ലാവരും വിഷമിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ എല്ലാവരും, ഏതൊരു മനുഷ്യനും സ്നേഹത്തിന്റെ മുമ്പിൽ തോറ്റുപോകും. അത് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഉള്ളതാണ്. മനസ്സിലായ? അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ഒരു ചാപ്റ്റർ ആണ് അവിടെ അവസാനിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം മറന്ന് നിങ്ങൾക്ക് ദൈവം പുതിയ ഒരു നല്ലൊരു മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ ഒക്കെ നടന്ന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ തേർഡ് പാർട്ടി ബന്ധങ്ങളൊക്കെ നശിഞ്ഞു പോയി എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനാക്കി നിങ്ങൾക്ക് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ഈ വിഷമിച്ചതൊക്കെ വെറുതെ ആകൂലേ? വിഷമിക്കണ്ടെന്നേ, എല്ലാ പരിപാടിയും മാറും. അല്ല നമ്മൾ ഈ പറയുന്ന പോലെ കുറെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒന്നിനും അതിൻ്റെ അകത്തൊരു പരിഹാരം ഇല്ല. ഡിപ്രഷൻ, ബുദ്ധിമുട്ട്, പ്രഷർ കയറ്റം, അതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോ സംഭവിച്ചതൊക്കെ സംഭവിച്ചു, വരുന്നിടത്ത് വെച്ച് കാണാൻ അത്രേ ഉള്ളൂ പരിപാടി, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്, ഇയാള് കറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മള് നല്ല രീതിക്ക് ഇരിക്കുക. നമ്മള് ആരായിരുന്നു, നമ്മൾ എന്തായിരുന്നു, നമ്മൾ എത്രത്തോളം വാല്യുബിൾ ആണ്, നമ്മൾ എത്രത്തോളം മൂല്യമുള്ള വ്യക്തിയായിരുന്നു, എന്ത് സാധനമാണ്, വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആ വ്യക്തിക്ക് ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയതെന്ന് കാണിച്ചു കൊടുക്കുക. ഇയാള് വരുമ്പോ സ്വീകരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇയാള് ഇനിയും വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജിലോട്ട് പോകാം. Signs and reminders. Mother, Father, God. Trust the universe. Surrender. Learning experience. Harmony and resolution. ഓക്കെ, അതായത് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താണ്, ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എനിക്ക് ഓരോ പ്രോബ്ലംസ് ആണ്, ഓരോ വിഷമങ്ങളാണ്, എൻ്റെ പ്രായത്തിലുള്ളവർക്കൊന്നും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്ക് എപ്പോഴും പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ മാത്രം പല പ്രോബ്ലംസും, സ്നേഹത്തിൻ്റെ പരമായിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പല ആളുകളും ചതിക്കുന്ന കേസുകൾ, എന്നെ മാത്രം എന്താണ് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എനിക്കൊരു നല്ലൊരു ജീവിതം കിട്ടുമോ, എനിക്കൊരു പുതിയ മനുഷ്യനാകാൻ പറ്റുമോ, എൻ്റെ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം മാറുമോ എന്നുള്ള ചിന്തയാണ് ഫുള്ള്. നിങ്ങൾ ഒരു അവിയൽ പരിവം പോലെ ഭയങ്കര ചിന്തയാണ്. എൻ്റെ കാര്യം പ്രപഞ്ചം കാണുന്നില്ലേ, ദൈവം കാണുന്നില്ലേ, ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, അതായത് നിങ്ങളൊരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്, ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയാകണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടലി ഡിപ്രഷനിലോട്ട് പോകും, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലോട്ട് പോകും, അല്ലെങ്കിൽ ടോട്ടലി നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വന്തമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ വഴക്കിട്ട് ഇതാക്കുന്ന ഒരു എനർജി വരും. അപ്പൊ നിങ്ങൾ എൻ്റെ മാത്രം കാര്യങ്ങൾ ശരിയാവുന്നില്ല, എൻ്റെ ചുറ്റിനുള്ള ആളുകളൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു, മറ്റുള്ളവർ റിലേറ്റീവ്സ് സന്തോഷിക്കുന്നു, നിങ്ങൾക്കറിയാവുന്ന ആളുകളൊക്കെ സന്തോഷിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ് നിങ്ങൾക്ക്. അപ്പൊ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്തയാണ്. അതൊക്കെ ഒന്ന് മാറ്റുക. കാരണം ട്രസ്റ്റ് ദ യൂണിവേഴ്സ്.
പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സമയം വരും. എല്ലാവർക്കും ഒരു സമയമുണ്ട്. ഏതൊരു മനുഷ്യൻ ജനിച്ചാലും ഏതൊരു ജീവജാലങ്ങൾ എന്തൊരു കാര്യം ജനിച്ചാലും ആ ഒരു കാര്യത്തിന് ആ ഒരു ജീവിക്ക് ഒരു സമയമുണ്ട്. ആ ഒരു കാര്യം വിശ്വസിക്കുക. നമ്മള് അല്ലാതെ മറ്റുള്ളവരെ പോലെ നമുക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല. അപ്പുറത്തെ വീട്ടിലെ നാരായണൻ ചേട്ടൻ ഇങ്ങനെയാണ്, ഇപ്പുറത്തെ വീട്ടിലെ തങ്കമ്മ ചേച്ചി അങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ കാര്യം ഇപ്പുറത്തെ വീട്ടിലെ കാര്യം അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കുക. എൻ്റെ മാത്രം കാര്യം ഇതാണ്. നിങ്ങളിപ്പോ ഒരു ഫാമിലി ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എന്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ എനിക്ക് മാത്രം ഇങ്ങനെ, ബാക്കി എല്ലാവരും സന്തോഷിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ, അതൊക്കെ വിട്ടേക്കാന്നേ. എല്ലാവർക്കും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാവർക്കും ഒരു സമയമുണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കുക. മദർ ഫാദർ ഗോഡ്, അമ്മ അച്ഛൻ ദൈവം, അവരായിട്ടൊക്കെ വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരോടൊക്കെ മനസ്സിന് അവർക്ക് എന്തെങ്കിലും വിഷമം തട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. നമ്മളെ അവരുടെ ആത്മപ്രാക്കൊന്നും ഏൽക്കാതിരിക്കുക, അല്ലെങ്കിൽ മനഃശാപമൊന്നും ഏൽക്കാതിരിക്കാനൊന്നും നോക്കുക. എല്ലാവരും അല്ല, കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് വിഷമിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവർ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. അല്ലാതെ എനിക്കിങ്ങനെ എന്നാൽ ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ ഞാൻ മറ്റുള്ള പാരൻസിനോട് കുറെ ദേഷ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പാരൻസിന്റെ അടുത്ത് കുറെ അങ്ങനെ കാണിക്കാം ഇങ്ങനെ കാണിക്കാം, കുറെ ദേഷ്യത്തിന്റെ എനർജി അങ്ങോട്ട് പാസ് ചെയ്യാണ്. അതൊക്കെ ഒന്ന് മാറ്റുക. സൈൻസ് ആൻഡ് റിമൈൻഡേഴ്സ്, നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള എന്താ പറയുക ഏഞ്ചൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ റെയിൻബോസ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ പല രീതിയിൽ പല കളേഴ്സിലുള്ള പല കാര്യങ്ങൾ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് യൂണിവേഴ്സ് തന്നെയാണ്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ലേണിംഗ് എക്സ്പീരിയൻസ്, സറണ്ടർ, ഹാർമോണി ആൻഡ് റെസൊല്യൂഷൻ, അതായത് നമ്മളുടെ പിടിവിട്ടു പോകുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിൽ ഒതുങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എനർജിയിലോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് കാണുമ്പോൾ അത് ഡിവൈന് സറണ്ടർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളൂന്നേ. നിങ്ങള് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള പരിപാടി ചെയ്തോളും. നിങ്ങൾ വിട്ടേക്കുക, ഫോർഗീവ് ചെയ്യുക, സിറ്റുവേഷൻ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. നമ്മൾ ജീവിച്ച് കാണിക്കേണ്ടടുത്ത് ജീവിച്ച് കാണിക്കുക, കരഞ്ഞെടുത്ത് ചിരിക്കുക. അത് നമ്മളുടെ വിജയമാണ്. ഓക്കെ, ഇതൊക്കെ നമ്മളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. എല്ലാവർക്കും നല്ല സമയം തന്നെ വരും. അത് വിശ്വസിക്കുക. വിശ്വാസം ആദ്യം കൊണ്ടുവരിക. അല്ലാതെ ഇവരുടെ മറ്റുള്ളവരുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് കൊണ്ടും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കൊണ്ടും മറ്റുള്ളവരുടെ ജീവിതങ്ങളൊക്കെ കണ്ടും നമ്മൾ വിഷമിക്കാതെ നമ്മൾ പ്രയത്നിക്കുക നമ്മുടെ ജീവിതത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമയം എന്തായാലും ഉണ്ടാവും. അത് ഏതൊരു മനുഷ്യജീവനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന, നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.